ഓക്കെ ആണോ? അതുപോലെ നമ്മുടെ മൈക്രോ ഫിനാൻസ് വന്നില്ലേ, ആ മൈക്രോ ഫിനാൻസ് കൊണ്ട് മാത്രം ഞാൻ പറയാം, എന്റെ ശാഖ തിരുവമ്പാടി ശാഖയാണ്, പിന്നെ യൂണിയനുണ്ട്. ആ ശാഖയിൽ ഞാൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ശാഖയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ. ആ ശാഖയുടെ പ്രസിഡന്റ് ആയിരിക്കും ഒരു 35-40 കൊല്ലം മുമ്പ് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണക്കെടുത്തപ്പോൾ 3 പേരാ ഉണ്ടായിരുന്നത് ശമ്പളം വാങ്ങുന്നത്. അതിലൊന്നും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബാബുമാഷാണ് ഒന്ന്. അങ്ങനെ 3 പേര്. ഇന്ന് എത്രയാണെന്ന് അറിയോ? എണ്ണിയാ തീരൂല. എവിടെ നിന്നുണ്ടായെന്നറിയോ? നിങ്ങൾക്കറിയോ? അതിന് കാരണം ഇതാണ്, മൈക്രോ ഫിനാൻസിന്റെ മീറ്റിംഗ് പോലെ സ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി. സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പുരോഗതിയെ സംബന്ധിച്ച് അറിവ് പകർന്നു. സ്ത്രീകൾ സ്വാഗതം പറയുന്നു, അധ്യക്ഷം വഹിക്കുന്നു, കണക്ക് നോക്കുന്നു, പ്രസംഗിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ ഈ സഭയിൽ വന്നിരിക്കാൻ പറ്റില്ല, നാണക്കേടാ. എന്റെ കുട്ടി തോറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ കളിയാക്കൂലി. അപ്പൊ വീട്ടിൽ കൃത്യമായി കുട്ടീനെ പഠിപ്പിക്കാൻ തുടങ്ങി. പിടികിട്ടിയ എന്താ മാറ്റമെന്ന്, സമൂഹത്തിൽ ഇറങ്ങി ഒരു നേതൃത്വത്തിൽ വരുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസവും വീട്ടിലെ അച്ചടക്കവും വഴക്കും ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറൂലേ. അങ്ങനെ ആ ശ്രദ്ധയോട് കൂടി പഠിപ്പിച്ചും പിന്നെ അറിവും കൂടി കൊടുത്തപ്പോ ആകെ മാറി. ചമൽ എന്ന് പറഞ്ഞൊരു ശാഖയില് ഞാനൊരു 10 വർഷം മുമ്പ് ചെന്നപ്പോ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, സാധാരണ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിക്കാനൊക്കെ നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ അമ്മമാര് സെറ്റ് സാരി കൊടുത്തവരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങൾ ഒരു 15 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ഞങ്ങളുടെ മീറ്റിംഗ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നേടാൻ കഴിയാത്ത പോയ സ്വപ്നങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അന്ന് ഞങ്ങളത് ഞങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടു. ഇന്ന് എന്റെ മോൻ മാഷേ, എന്റെ മകൻ അധ്യാപകനാണ്. അപ്പൊ മറ്റേ അമ്മ പറയാം, എന്റെ മകൻ ഇന്ന് എഞ്ചിനീയറാണ്. മാറ്റം ഉണ്ടായോ? അപ്പൊ നമ്മൾ ആളുകളെ വിളിച്ചിരുത്തി അവർക്കൊരു ചെറിയ സ്പാർക്ക് കൊടുത്താൽ നന്നാവോ ഇല്ലയോ? അവരെ ഞാനാണോ പഠിപ്പിച്ചത്? അല്ല, അവർക്ക് തോന്നിയാ പോരെ. അപ്പൊ ഈ തോന്നലുണ്ടാക്കിയ സമൂഹം രക്ഷപ്പെടൂലേ? കോഴിക്കോട്ടുകാർക്ക് ഇത് അത്യാവശ്യമല്ലേ? നിങ്ങൾ എല്ലാവരും ഉന്നത എന്താ പറയുക വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിക്കുള്ളവരാണോ? ആണോ? എന്നാ പിന്നെ ഒന്നിച്ചു കൂടണ്ടേ? സമ്മതിച്ചോ? ഇനി വിളിച്ചാ വരുവോ? അത് ആ വഴിക്ക് പോവോ? ഇത് ഒരു വർഗീയത പറയാനൊന്നും അല്ലല്ലോ, ആരോ മോശാക്കാനല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആദർശം കാത്തു സൂക്ഷിക്കുന്ന സംഘടനയുടെ പേരെന്താ? SNDP. നമ്മൾ പറയുന്ന മുദ്രാവാക്യതാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാ, മറ്റുള്ളവർ നശിച്ചു പോകാനല്ല. ഓക്കെ ആണോ? എന്നാ ഇനി ഒന്നും പറയണ്ടല്ലോ. നിങ്ങൾ ഇനി കാണാൻ കിട്ടൂല്ലോ അല്ലേ? വാക്കാണേ, നിങ്ങൾ വാക്ക് പറഞ്ഞില്ലല്ലോ. വരുവോ? ഓക്കെ. എന്നാൽ ഈ